വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് നല്ല ഈസി ആയിട്ടുള്ള ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇപ്പം മാങ്ങയുടെ സീസൺ ആണല്ലോ. വീട്ടിൽ മാങ്ങ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളൊരു പുഡിങ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിനായിട്ട് ഞാൻ രണ്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള അൽഫോൺസോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫ്ലേവറുള്ള ഏത് മാങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രണ്ട് മാങ്ങ കൂടി ഇപ്പോൾ ഏകദേശം 250 ഗ്രാമാണ് വെയിറ്റ് ഉണ്ടാവുക. മാങ്ങ ഞാൻ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങയുടെ മധുരം അനുസരിച്ചിട്ട് മധുരം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. ഇനി ഈ ഒരു പുഡിങ് കുറച്ചൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോറും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത പൾപ്പ് ഒരു കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റുക. അതിനുശേഷം ഇത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഈ തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. കാരണം നമ്മളിതിൽ കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ചൂടായി കഴിഞ്ഞാൽ ഇത് തിക്കായിട്ട് വരും. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് സെറ്റ് ആവണം, ഡീമോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ടിടണം. അങ്ങനെ സെറ്റ് ആവുന്ന രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലവറിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഞാനിപ്പം ഏത് പാത്രത്തിലാണോ ഒഴിക്കുന്നത് ആ ഒരു പാത്രത്തിൽ തന്നെയാണ് സെറ്റാക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ചിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് സെറ്റാക്കാം. ഞാൻ ഇതുപോലെ 2 ചെറിയ ബൗളിലേക്കാണ് ഒഴിച്ചിട്ട് സെറ്റാക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വലിയൊരു ട്രേയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഡീമോൾഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കോൺഫ്ലവർ അധികം ചേർത്താൽ മതി. മാങ്ങ നല്ല ഫ്ലേവർ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കളറില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഫ്ലേവർ കുറവായും തോന്നുകയാണെങ്കിൽ കുറച്ചൊരു മാംഗോ എസൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 ചേരുവ മാത്രമേ വേണ്ടുള്ളൂ. ഇനി നമുക്ക് ഇത് ചൂട് തണിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചൂട് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അതിന് ശേഷം മാത്രം നമുക്ക് സെർവ് ചെയ്യാം. നന്നായി തണുപ്പിച്ച ശേഷം കണ്ടില്ലേ, കയ്യിലൊന്നും പറ്റാത്ത രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സോഫ്റ്റ് സ്കൂപ്പ് കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഉപയോഗിച്ചിട്ടോ കഷ്ണങ്ങളാക്കി മുറിച്ച മാങ്ങ വെച്ചിട്ടോ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.